അപ്പോഴേ ഇന്നൊരു സന്തോഷ വാർത്തയും പറയാനുണ്ട്, അതുപോലെ തന്നെ ഒരു വിഷമ വാർത്തയും പറയാനുണ്ട്. വേറൊന്നുമല്ല, ഇത് നോക്കിക്കേ, ഞാൻ ഓണത്തിന് റെഡിയാക്കി വെച്ച പൂവെല്ലാം ഏതോ ഒരു ജീവിത ഇതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. വിത്തുണ്ടോയെന്ന് നോക്കിയതാണോന്നറിയില്ല. നോക്കിക്കേ, ഞാൻ വിത്തിന് കൂടി വെച്ചിരുന്ന എൻ്റെ എല്ലാ കൊങ്ങണീനെയും ഇതാ കുറേ അളവെടുത്തു. ഭയങ്കര വിഷമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓറഞ്ച് അല്ലേ, ഇതാ നോക്കിക്കേ, ഓറഞ്ചിനെതാ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. കുറേ ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചിട്ടിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഓണത്തിനെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തെന്ന് വെച്ചാൽ കടിച്ചിട്ടിതാ ഇതേപോലെ പൊഴിച്ചിട്ടു. ഇനി ഇവരിന് ഓണം അത്തപ്പൂക്കളം അങ്ങനെ ഇട്ടാണോ എന്ന് ഒരു പിടിയില്ല കേട്ടോ. എന്തൊരു ജീവി ആയാലും കൊള്ളാം. പക്ഷേ ഈ ഇനം ഈ കൊങ്ങണീനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ഇപ്പോൾ ഫോൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാ ചെടികളും ഫിനിഷായി. ഇതിനകത്ത് നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇത് തിന്നതാണോ എന്നൊന്നും അറിയില്ല. നിറച്ച് പൂക്കൾ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയിൽ. പക്ഷെ അത് ഫുള്ള് ഹിറ്റ് ചെയ്തു. ഇത് വേറെ ടൈപ്പ് ആഫ്രിക്കൻ മേരിഗോൾഡാണ് കേട്ടോ. ഇത് നല്ല കുട്ടി യങ് ആണിത്. ഇതിനകത്ത് നിറയെ പൂക്കളുള്ളത്, നല്ല ഭംഗിയാണിത്. ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേരിഗോൾഡ് ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇതിൽ പൂവില്ല, എൻ്റെ ആ നടുക്കത്തെ ആ ഭാഗം മാത്രമുള്ള ടൈപ്പ്. പിന്നെ ഇത് യെല്ലോ, കുറച്ച് പൂ, അതുകൊണ്ട് ഇച്ചിരി ടോളാണ്. പക്ഷെ എനിക്കത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് പല കളറിൽ വരും. ഇങ്ങനെ ഡാർക്ക് റെഡിൽ വരുന്നതുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഓറഞ്ച് കളറിൽ വരും. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. അപ്പോൾ എനിക്ക് ഇതിൽ നമുക്ക് ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന പോലെ നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഫ്ലവേഴ്സ് ഇതിനകത്തിരുന്നൊക്കെ നല്ല റെഡ് കളറിൽ ഉണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും സന്തോഷ വാർത്ത. ആ പൂവിനെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് അത് നല്ലൊരു സന്തോഷ വാർത്തയാണ്. വെരി വെരി സാഡ്, ഒരു മഞ്ഞപ്പൂ പോലും എനിക്ക് തന്നിട്ടില്ല. നോക്കിക്കേ, മൊത്തം കടിച്ച് ഇവിടെ ഇങ്ങനെ പൊഴിച്ചിട്ടിട്ടുണ്ട്. കടിച്ചിട്ടിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പൊഴിച്ചും കൂടെ ഇട്ടേക്കുക. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ പല പല കളറായിരുന്നു. ഇനിയിപ്പം അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വന്ന ജീവി ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിന്നെയൊക്കെ മണിച്ചിത്രത്താഴ് പൂട്ടുന്ന പോലെ ശരിയാക്കി തരും. അതിനുള്ള കെണി ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഓണത്തിനൊക്കെയുള്ള പൂ പറിച്ചാലോ. നാളെ ഓണമാണ്. സോ അത് നമുക്ക് നമ്മുടെ കൊട്ട എടുത്തുകൊണ്ട് വന്നിട്ട് പറിച്ചെടുക്കാം. ചീരയൊക്കെ വിത്തിന് റെഡിയായിട്ട് നിൽപ്പുണ്ട് കണ്ടോ. കുറേ കാണിക്കുന്നുണ്ടെങ്കിൽ കുറേ കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഇവിടുന്ന് തന്നെ ഓറഞ്ച് പൂവാണല്ലോ കൂടുതൽ. ഇപ്പം ഓറഞ്ച് ഇത്ര വലിയ കൊട്ടേനെ ഇടാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ആൻറ്റീൻ്റെയും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അപ്പുറത്തെ മാമി മാമൻ ചേച്ചിമാർ അയലക്കത്തുള്ള എല്ലാവരുടെയും വീട്ടിൽ പോയിട്ടല്ലേ നമ്മൾ സാധാരണ ഈ പൂ പറിക്കാറും. പൂ പറിച്ചുകൊണ്ട് വരും. ചില സമയം ഈ സൈഡ് ബക്കിലൊക്കെ ഇരിക്കുന്നതൊക്കെ അതും പറിച്ചുകൊണ്ട് വരും. അത് പൊട്ടിച്ചുകൊണ്ട് വരുമ്പം ചിലപ്പോൾ അവിടുത്തെ ചേച്ചി കാണുന്നുണ്ടാവും. പക്ഷേ ചിലർ കക്കുവാണെന്ന് വെച്ചാൽ കക്കുവാണ്, പക്ഷേ കക്കുവല്ല എന്ന് വെച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. അതുപോലെ ഒത്തിരി എൻജോയ് ചെയ്യും. പിന്നെ ഞങ്ങൾ കൊട്ടാരക്കര, എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. അപ്പോൾ കൊട്ടാരക്കരയിൽ നമ്മൾ അവിടെ ജസ്റ്റ് ഒരു തോട് സൈഡുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കുറേ തൊട്ടാവാടീൻ്റെ പൂവും അങ്ങനെയുള്ളതൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ മെയിൻലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോവും രാവിലെ. അപ്പോൾ ഗണപതിയുടെ കഴുത്തി കിടക്കുന്ന മാലയൊക്കെ അവിടുത്തെ തിരുമേനിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു സൈഡുണ്ട്, അവിടെ ഇട്ടേക്കും.
അവിടെ അതിനകത്ത് കുറേ പൂക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊങ്ങിണി ഈ പൂവാണ്, ഈ മേരിഗോൾഡിൻ്റെ ഫ്ലവറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. വേറെ മറന്നിക്കും. അപ്പോൾ അങ്ങനെ അവിടുന്ന് പോയി എടുക്കാം. അവിടെ പിന്നെ പല കളേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് സാധാരണ ചെയ്യുക. അപ്പോൾ രാവിലെ എനിക്ക് 2 ബ്രദേഴ്സാണ്. അപ്പോൾ ചേട്ടന്മാരെ കൂട്ടി അമ്പലത്തിൽ പോവും. എന്നിട്ട് അവിടെ നിന്ന് പോയി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചില സമയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കടയുണ്ട്, ഉല്ലാസ് ഫ്ലവർ മാർട്ടാണ് പുള്ളിക്കാർ അവിടെ ചെയ്യണേ. അപ്പം ചേട്ടൻ്റെ കടയിൽ അവിടുന്ന് കുറച്ച് പൂ തരും. പക്ഷേ എനിക്കുള്ള മുല്ലപ്പൂ എപ്പോഴും വിജയൻ ചേട്ടൻ അല്ലെങ്കിൽ ഉല്ലാസ് ചേട്ടൻ എനിക്ക് തരുമായിരുന്നു. കാരണം എൻ്റെ കസിൻസാണ് ഇവർ. സോ അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കണു. കാരണം ഞാൻ എൻ്റെ നാട്ടുവിശേഷമാണ് പറഞ്ഞത്. ഞാനിങ്ങനെ പൂക്കൾ പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ നിങ്ങളോട് പറഞ്ഞതാണ്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തനി നാടൻ കുട്ടിയായിരുന്നു. ഇപ്പം എൻ്റെ സംസാരമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ നാട്ടിലിങ്ങനെ നിന്നുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ കഴിവതും ഇങ്ങനെ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതന്നെ ഒരത്തമിടാനുള്ള പൂവായില്ലേ. നമുക്ക് അടുത്തേക്ക് പോവാം. ഇതെല്ലാം ഒരു കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നല്ലേ. നമുക്കിതും കൂടെ എടുക്കാം. ഇതിൻ്റെ കട്ടി നോക്കിക്കേ. ഇതിന് നല്ല അരിയുണ്ട് കേട്ടോ. അപ്പോൾ അത് സെപ്പറേറ്റ് മാറ്റി വെക്കണം. നെക്സ്റ്റ് ഇയർ നമുക്ക് നടാം. ഞാൻ ഇതേപോലെ സീഡ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ സീഡ്സ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിൽ ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് വിട്ടാൽ മതി. അതിനകത്ത് ഉടനെ തന്നെ ഞാൻ കുറച്ച് ഡേയ്സിനുള്ളിൽ ഞാൻ എൻ്റെ ചാനൽ പേജ് തുടങ്ങും. ഇപ്പോൾ പേജ് തുടങ്ങുമ്പോൾ പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് അതുവഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നാലും എൻ്റെ ജീവി നീ എന്താണ് ഈ ചെയ്തിട്ടേക്കുന്നത്? ഇവരിവിടെ അത്തപ്പൂക്കൾ വിടാൻ ശ്രമിച്ചതാണോ എന്ന് പിന്നെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇഷ്ടം. പക്ഷേ ഇത് അണ്ണാനൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്ന് വെച്ചാൽ അണ്ണാനൊന്നും ഈ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. റക്കൂണൊക്കെ ആണെങ്കിൽ ചാൻസ് കൂടുതലാണ്. റക്കൂൺസൊക്കെ നമ്മുടെ ഈ ഏരിയയിൽ റക്കൂൺസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഏരിയയാണ്. പിന്നെ സൺഫ്ലവർ അണ്ണാൻ വീടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മാത്രമല്ല കണ്ടിട്ടുമുണ്ട്. കാരണം എൻ്റെ ഒരു ഫുൾ സൺഫ്ലവർ മൊത്തവും തിന്നു, കാരണം അതിൻ്റെ അരി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി വല്ല ഈ സ്മെൽ ട്രെയിനിങ് വല്ലതും കിട്ടിയ അണ്ണാനാണോ എന്ന് വളരെയധികം ഒരു സംശയമുണ്ട് എനിക്ക്. ഇനി മഞ്ഞപ്പൂവിൽ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ പൊന്നെ, ഇത് ഏത് ജീവിയാ? ക്യാമറ ഈ സൈഡിൽ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു. അവിടെ എന്തായാലും ഓറഞ്ച് കളർ നമ്മൾ പറിച്ചെടുത്തു. മഞ്ഞ നമുക്കിതിന്ന് ഇങ്ങനെ എടുക്കാം അല്ലേ? ശടാ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കഷ്ടായി പോയി. നമുക്കിങ്ങനെ എടുത്ത് വെച്ചാലോ. വെരി ബാഡ് കണ്ടീഷൻ. ഓക്കെ, കുറച്ച് കുഞ്ഞു കിട്ടുണ്ടാവും. ഇതിപ്പം വന്നിട്ട് ഓറഞ്ചും എന്താ പറയുക, വേറെ കളേഴ്സൊന്നും ഇല്ല. എന്തെങ്കിലും മഞ്ഞയും ഓറഞ്ചും മാത്രമേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത്തയിട്ടപ്പം മഞ്ഞ ഓറഞ്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, എനിക്ക് പറ്റിയൊരു പറ്റിപ്പാണേ. ഞാൻ ഓൺലൈനിൽ നിന്ന് വൈറ്റ് കളറിലെ നമ്മുടെ മേരിഗോൾഡ് ഓർഡർ ചെയ്തേ. അത് പക്ക ഫേക്കാണ്. ഈ വൈറ്റ് മേരിഗോൾഡാണ് ഈ നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു വൈറ്റ് കളറിലെ ഇല പോലും വന്നിട്ടില്ല. ഇത് വേണ്ട, അത്
വൈറ്റ് മേരിഗോൾഡാണെന്ന് പറയണേ. അപ്പം പ്ലീസ് എല്ലാവരും നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പഠിച്ചെടുക്കാം. ഇതെന്ത് ക്യൂട്ടാന്ന് നോക്കിക്കേ, ഭയങ്കര റെഡ് കളറല്ലേ, നല്ല ഭംഗിയുണ്ട്. അത് ഈ ഒരു സൈഡിലേക്ക് മാറ്റാം, റെഡ് മാത്രം. സോ നൈസ്, ബ്യൂട്ടിഫുൾ. വാ ഇതൊക്കെ ഒരു കാറ്റഗറിയിൽ വയ്ക്കാൻ പറ്റും. ഇത് അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബിഗ് തലപ്പോകിയ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എന്നത്തെ പോലെ ഒരു 4-5 കളേഴ്സിൽ നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ റോസയും കൂടെ വരച്ചെടുക്കാം. ഇപ്രാവശ്യം ക്ലൈമറ്റിന് കാരണം നമുക്ക് വിചാരിച്ച പോലെ റോസയും ഫ്ലവേഴ്സൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അത്ര നന്നായിട്ടങ്ങ് ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയങ്കര എന്തോ ഹീറ്റ് വേവ്സ് ഉണ്ടായതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നും പൂക്കളൊന്നും പിടിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തായാലും എനിവേ ഇത് തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാ ഫ്ലവറും എടുക്കുകയാണ്. ഫുള്ള് ഞാൻ വാഷ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇനി വലിയ പണിയെന്ന് വെച്ചാൽ നാളെ അത്തമിടുന്നതിന് മുന്നേ ഇതെല്ലാം കുട്ടിയായിട്ട് അരിഞ്ഞ് വയ്ക്കണം. എനിക്ക് ഡിഫറെൻറ്റ് കളറാണല്ലേ എത്താനും. വാടാമല്ലി ഉണ്ടോ? വാടാമല്ലി ഇതൊക്കെ ഉണങ്ങിപ്പോയി, അത്രയും ഹീറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കും. ഇംഗ്ലീഷ് ഓട്ടൻ പാട്ട് പാടുന്നു. ഇത് കണ്ടോ, പനിനീർ പൂവിനെ പോലെയാ, നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് രണ്ടും കൂടെ പറ്റില്ലായിരുന്നു. ഒരു കളർ കോമ്പിനേഷൻ ഉള്ളതെല്ലാം ഒരുമിച്ചിടാമല്ലേ. പിങ്കും പിങ്കും. Look at that. എനിക്ക് വെളിയിൽ നിന്ന് എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. ഇതൊക്കെ ഒരു കാറ്റഗറി വരുമായിരിക്കും അല്ലേ. മേക്ക് ഷുവർ കുളിക്കുന്നതിന് മുന്നേ വേണം ഇത് പൂ പറിച്ച് വെക്കാൻ, അല്ലെങ്കിൽ പുഴു കടിച്ച് ആകെ പണിയിട്ടും. ഞാനിങ്ങനെ സൈഡിലേക്ക് വെക്കുക. സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ അല്ലേ. ഇവിടെ ഇരുട്ടി ഡാർക്കായി. ഇപ്പം 7 മണിയായി കേട്ടോ. സാധാരണ ഇപ്പോൾ ഫോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം എത്ര ഇരുട്ടിയാലും ലൈക്ക് 9 മണിയായാലും
ഇരുട്ടില്ല. അങ്ങനെ ഇവിടെ ചൂടുള്ള സമയത്ത്, ഐ മീൻ ലൈക്ക് സമ്മർ ടൈം, അല്ലെങ്കിൽ ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേന് ഇരുട്ടി തുടങ്ങും. വാടാമല്ലി പറിച്ചിട്ടുണ്ടായിരുന്നു, വാടാമല്ലി കൂടെ ഒന്ന് പറിച്ചെടുക്കണം. അതും ഷേവ് ചെയ്തെടുത്ത്. നമ്മുടെ സാധാരണ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാട്ടിലും പൂ കുറവാണ് കേട്ടോ. പക്ഷേ വെറൈറ്റീസ് ഉണ്ട്, ബട്ട് പക്ഷെ പല കളേഴ്സിൻ്റെ ഉണ്ട്. ഇത് വാടാമല്ലി കേട്ടോ, നമ്മുടെ മെയിൻ താരം പർപ്പിൾ. കുറച്ചുണ്ട്, ഞാൻ നേരത്തെ നട്ടതാണ് കേട്ടോ. ഇത് നമ്മുടെ റേങ്കിള് തന്നതാണ്. ഇത് പിന്നെയും കുഴപ്പമില്ലാണ്ട് ഇത് നിൽക്കും കേട്ടോ. മല്ലി മല്ലി വാടാമല്ലി ഓണത്തിനായി പോകൂ എൻ്റെ ലിറിക്സ് ഏതാ നോക്കി കേട്ടോ. മല്ലി മല്ലി വാടാമല്ലി ഓണം അത്തപ്പൂവിൻ കോട്ടായി വരൂ. അത് ഷേവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുട്ടി കുട്ടി ഉണ്ട് കേട്ടോ. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലവർ ഉണ്ടാവുമെന്ന് പറയാറ്. ലെറ്റ്സ് സീ. ഓക്കേ, ലെറ്റ്സ് ഗോ. നോക്കിക്കേ ഹൗ മെനി വെറൈറ്റീസ്. ഇതിൽ പനിനീർ പൂവാണ് കേട്ടോ, പനിനീർ റോസ. ദെൻ ഇത് അതുപോലെ തന്നെ ഒരു വേറെ കളർ പിങ്കാണ്. ഇത് റെഗുലർ റോസാണ്, നമ്മുടെ യാർഡ് റോസ് എന്ന് പറയുന്നത്. ഇത് കുട്ടി കുട്ടി റോസ് ഇല്ലേ, നമ്മൾ തലയിൽ വയ്ക്കുന്ന ടൈപ്പ്. Then this looks so beautiful. ഈ കുട്ടി കുട്ടി പൂവുണ്ട്, അത് നമുക്ക് രാവിലെ എടുക്കാം. രാത്രി എടുത്ത് ചിലപ്പോൾ അതങ്ങ് ഉണങ്ങി പോകും. എല്ലാം ഞാൻ വാനിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊരിച്ച അത്തത്തിലിട്ടാലോ, നോക്കിക്കേ, നല്ല റെഡ് കളർ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. നമ്മുടെ വാടാമല്ലി ഇടയ്ക്കിടയ്ക്ക് നട്ടതുകൊണ്ടേ. വാടാമല്ലി കുട്ടി നോക്കിക്കേ, ഈ മുളകിനെ പറിച്ച് നമുക്ക് അത്തിയിട്ടാലോ. നല്ല കാന്താരി മുളകൊക്കെ ഉണ്ട്. ഒരു പച്ചക്കറി അത്തം, പച്ചക്കറി പൂക്കളല്ലേ, അത് വരായിരിക്കും. എനിക്ക് പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുല്ലയുണ്ട് കേട്ടോ, ബട്ട് നോക്കിയേ, മുല്ലപ്പൂ, കുട്ടി കുട്ടി മുല്ലപ്പൂവാ. ഇത് ഇപ്പം തല വെക്കാനേ ഉള്ളൂ. പക്ഷെ ഞാനിവനെ റെഡി ആക്കുന്നുണ്ട്. ഒരു 4 മുല്ലപ്പൂ. എന്താ വേണം, അടിപൊളി. അപ്പോൾ ലാസ്റ്റിലത്തെ പൂവും കൂടെ പറിച്ചെടുത്തു. അപ്പോൾ എന്തായാലും ഓണം ആഘോഷിക്കാം രാവസിനൊപ്പം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ തിങ്ക് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കണം. നാളെ അത്തപ്പൂക്കളാക്കിയിട്ട് നമുക്ക് നമ്മളുടെ തിരുവോണ ആഘോഷം നടത്താം. ഞാനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളും ഒരുങ്ങി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എല്ലാവർക്കും സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ഒരു നല്ലൊരു പൊന്നോണം നേരുകയാണ്. അപ്പം ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ട്രൈ ചെയ്യുക, വീട്ടിൽ തന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പൂക്കൾ ഇതുപോലെ കൃഷി ചെയ്ത് നമ്മുടെ അത്തപ്പൂക്കൾ ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒന്നുപോലും വെളിയിൽ നിന്ന് വാങ്ങിച്ച പൂവല്ല, എൻ്റെ വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതുകൊണ്ട്
ഞാൻ എൻ്റെ അത്തപ്പൂക്കളം ഈ വർഷം ഇടും. അപ്പം അത്തപ്പൂക്കളം ഞാൻ രാവിലെ ഇട്ടതിന് ശേഷം എല്ലാവരെയും കാണിക്കുന്നതാണ്. അപ്പം സോ വെരി ഹാപ്പി ടു ഷെയർ വിത്ത് യു ഗൈസ് ആൻഡ് ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പിന്നെ എന്താ പറയുക, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വിഷമ വാർത്തയുണ്ട്, ഒരു നല്ല വാർത്തയുണ്ട്. അപ്പോൾ നല്ല വാർത്ത ഇതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എനിവേ, എത്ര അണ്ണൻ കുഞ്ഞെടുത്താലും ഏത് അണ്ണനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അണ്ണാനോ ഏത് ജീവിയായാലും എടുത്താലും എനിക്ക് അത്തമിടാനുള്ള പൂ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം വെരി ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇത് കണ്ട് നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. സോ ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.